നമസ്കാരം. നമ്മളെല്ലാവരും എപ്പോഴും ഭാഷ ഉപയോഗിക്കുന്നവരാണല്ലോ. പക്ഷേ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ കേൾക്കുന്ന വാക്കുകൾ അത് എങ്ങനെയാണ് നമ്മുടെ തലച്ചോറ് അർത്ഥമാക്കി മാറ്റുന്നത്? അതെ, അതുപോലെ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, ആ ചിന്തകൾ, ആവശ്യങ്ങൾ ഒക്കെ എങ്ങനെയാണ് വാക്കുകളായി പുറത്തുവരുന്നത്? വളരെ ശരിയാണ്. നോം ചോംസ്കി പറഞ്ഞൊരു കാര്യമുണ്ട്, ഭാഷ എന്നത് സ്വതന്ത്രമായ സൃഷ്ടിയുടെ ഒരു പ്രക്രിയയാണ് എന്ന്. ഇത് നമ്മുടെ ഒരു അടിസ്ഥാന കഴിവാണ്. അറിവ് നേടാനും അത് പ്രകടിപ്പിക്കാനും നമ്മളെ സഹായിക്കുന്നത് ഭാഷയാണ്. ശരിയാണ്. അതുകൊണ്ട് തന്നെ കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വിഷയത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് നോക്കാൻ പോവാണ്. ഭാഷ മനസ്സിലാക്കൽ, അതായത് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ, പിന്നെ ഭാഷാ പ്രകടനം, ലാംഗ്വേജ് എക്സ്പ്രഷൻ, ഇതിന്റെയൊക്കെ പിന്നിലെ പ്രക്രിയകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വാക്കുകൾ കേൾക്കുകയല്ല, അതിന്റെ പിന്നിൽ പല തലങ്ങളുണ്ട്. പലതലങ്ങൾ എന്ന് പറയുമ്പോൾ അതായത് ആ ശബ്ദങ്ങൾ തിരിച്ചറിയുന്നത്, അക്കൂസ്റ്റിക് കാര്യങ്ങൾ തൊട്ട്, പിന്നെ അതിലെ വ്യാകരണ ഘടന, ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ മനസ്സിലാക്കി, ഓക്കെ, അവസാനം ആ സംഭാഷണം മൊത്തത്തിൽ എന്താണ് പറയുന്നത്, ആ ഒരു ഡിസ്കോഴ്സ് മാക്രോ ലെവൽ വരെ എത്തുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒന്നാണ്. അതെ, ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. വളരെ സങ്കീർണമായ ഒരു പ്രോസസ്സാണ് നമ്മുടെ തലച്ചോറിൽ നടക്കുന്നത്. ശരി, നമുക്കപ്പോ കാര്യങ്ങളിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് ഈ ഭാഷയുടെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ? ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രധാന ധർമ്മം അത് കമ്മ്യൂണിക്കേഷൻ, അതായത് ആശയവിനിമയം, അത് തന്നെയാണ്. ആശയവിനിമയം. അതെ, നമ്മുടെ മനസ്സിലുള്ള ഒരു അർത്ഥം മറ്റൊരാളിലേക്ക് എത്തിക്കുക, അതോടൊപ്പം നമ്മൾ സമൂഹത്തിൽ ഇടപഴകുന്നതിന്റെ ഭാഗമാവുക, നമ്മുടെ ഉദ്ദേശങ്ങള്, ഇന്റൻഷൻസ്, നമ്മുടെ വികാരങ്ങള്, ഫീലിംഗ്സ്, വിശ്വാസങ്ങള്, ബിലീഫ്സ് ഒക്കെ അറിയിക്കുക. പിന്നെ നിർദ്ദേശങ്ങൾ കൊടുക്കുക, റിക്വസ്റ്റ്സ്, കൽപ്പനകൾ കൊടുക്കുക, കമാൻഡ്സ്, അതുപോലെ പഠിപ്പിക്കുക, വിവരങ്ങൾ കൈമാറുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഭാഷ സിംബോളിക് ആണ്, പ്രതീകാത്മകമാണ്. സിംബോളിക് അതെങ്ങനെയാണ് എന്ന് വെച്ചാൽ നമ്മുടെ കൺമുന്നിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച്, ഒരുപക്ഷെ ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് പോലും നമുക്ക് സംസാരിക്കാൻ പറ്റും. ഓ ശരിയാണ്. ഭൂതകാലം, ഭാവി, അല്ലെങ്കിൽ വെറും സങ്കല്പങ്ങൾ. അതെ, അതെല്ലാം നമുക്ക് ഭാഷയിലൂടെ പ്രതിനിധീകരിക്കാൻ കഴിയും. അതാണ് ഭാഷയുടെ ഒരു വലിയ ശക്തി. ഓക്കെ, അപ്പൊ ഈ ആശയവിനിമയം നടക്കുമ്പോൾ, പ്രത്യേകിച്ച് സംസാരിക്കുന്ന ആളും കേൾക്കുന്ന ആളും തമ്മിൽ അവിടെ ചില പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ക്ലാർക്ക് പറയുന്നുണ്ടല്ലോ. ഉണ്ട്. അവർ 3 പ്രധാന ഘടകങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എന്തൊക്കെയാണവ? അതില് ആദ്യത്തേതാണ് സംഭാഷണ പ്രവർത്തനങ്ങൾ, അതായത് സ്പീച്ച് ആക്ട്സ്. സ്പീച്ച് ആക്ട്സ്. നമ്മളൊരു കാര്യം പറയുമ്പോൾ വെറുതെ വാക്കുകൾ പറയുകയല്ല, അതിലൂടെ കേൾക്കുന്നയാളിൽ എന്തെങ്കിലും ഒരു സ്വാധീനം ചെലുത്താൻ നമുക്കൊരു ഉദ്ദേശം കാണും. ഒരു ഇന്റൻഷൻ. അതെ, ആ ഉദ്ദേശം കേൾക്കുന്നയാൾ തിരിച്ചറിയണം. ചിലപ്പോൾ അത് വളരെ നേരിട്ടുള്ളതാവാം, ഡയറക്റ്റ് സ്പീച്ച് ആക്ട്സ് എന്ന് പറയും. ഉദാഹരണത്തിന് ആ സ്റ്റീരിയോയുടെ ശബ്ദമൊന്ന് കുറയ്ക്കണം എന്ന് ഞാൻ നിർബന്ധം പിടിച്ചാൽ അതൊരു കൽപ്പനയാണ്, ഒരു കമാൻഡ്. ഓക്കെ. ഈ വീക്കെൻഡിൽ എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യം, ക്വസ്റ്റ്യൻ. നാളെ ഞാൻ പൈസ തരാം എന്ന് പറഞ്ഞാൽ അതൊരു വാഗ്ദാനം, ഒരു വെർബൽ കമ്മിറ്റ്മെന്റ്. ഇവിടെയൊക്കെ ആ ഉദ്ദേശം വളരെ വ്യക്തമാണ്. പക്ഷേ നമ്മൾ എപ്പോഴും ഇങ്ങനെ നേരിട്ട് കാര്യങ്ങൾ പറയാറില്ലല്ലോ, അല്ലേ? ഇല്ല, അതാണ് അടുത്ത പോയിന്റ്. പലപ്പോഴും വളച്ചുകെട്ടി പറയാറുണ്ട്. അതെ, അതിനെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്ട്സ് എന്ന് പറയുന്നത്, പരോക്ഷ സംഭാഷണ പ്രവർത്തനങ്ങൾ. സിയർ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ഉദാഹരണത്തിന്, പുറത്ത് നല്ല മഴ പെയ്യുന്നു, ജനൽ തുറന്നു കിടക്കുകയാണ്, അപ്പോഴൊരാൾ പറയുകയാണ്, അയ്യോ നല്ല തണുപ്പ് എന്ന്. ഒരു പക്ഷെ അയാൾക്ക് ശരിക്കും തണുക്കുന്നുണ്ടാവാം, പക്ഷെ അതോടൊപ്പം ആ ജനലൊന്നടക്കാമോ എന്നൊരു അഭ്യർത്ഥന കൂടി അതിൽ ഒളിഞ്ഞിരിപ്പുണ്ടാവാം. ശരിയാണ്. അതുപോലെ അമ്മമാര് ചോദിക്കുന്ന ഒരു ചോദ്യമില്ലേ, വാതിൽ തുറന്നിട്ട് വന്നാൽ തൊഴുത്തിലാണോ താമസിക്കുന്നത് എന്ന്. അതെ, വാതിലടയ്ക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ശരിക്കും. അതൊരു ചോദ്യമായിട്ടല്ല നമ്മൾ എടുക്കുന്നത്. അപ്പൊ പറയുന്ന സന്ദർഭം, കോണ്ടെക്സ്റ്റ് വളരെ പ്രധാനമാണ്. വളരെ പ്രധാനം. ഒരു വാചകത്തിന്റെ അർത്ഥം ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മാറും. അതുകൊണ്ട് കേൾക്കുന്ന ആള് വാചകം മാത്രം ശ്രദ്ധിച്ചാ പോരാ, അതിന് പിന്നിലെ ഉദ്ദേശം കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഘടകം സ്പീച്ച് ആക്ട്, അതായത് സംഭാഷണത്തിലെ ഉദ്ദേശം. ഇനി രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തേത് പ്രൊപ്പോസിഷണൽ കണ്ടന്റ്. പ്രൊപ്പോസിഷണൽ കണ്ടന്റ്
പ്രൊപ്പോസിഷൻസ്, ആശയങ്ങൾ എന്നാണോ? അതെ, ഒരു വാക്യത്തിലൂടെ നമ്മൾ കൈമാറാൻ ഉദ്ദേശിക്കുന്ന അടിസ്ഥാനപരമായ ആശയം അല്ലെങ്കിൽ ആശയങ്ങൾ പ്രൊപ്പോസിഷൻസ് എന്ന് പറയും. ഒരു വാചകത്തിൽ ഒന്നോ അതിലധികമോ ഇങ്ങനത്തെ പ്രൊപ്പോസിഷൻസ് ഉണ്ടാകാം. ഉദാഹരണത്തിന്, മിടുക്കനായ വിദ്യാർത്ഥിക്ക് കണക്കിൽ A ഗ്രേഡ് ലഭിച്ചു. ഈ വാക്യത്തിൽ ശരിക്കും 2 ആശയങ്ങളുണ്ട്. ഒന്ന്, വിദ്യാർത്ഥി മിടുക്കനാണ്. 2, അവന് കണക്കിൽ A ഗ്രേഡ് കിട്ടി. ശരിയാണ്. അപ്പോ ഒരു വാക്യത്തില് എത്ര പ്രൊപ്പോസിഷൻസ് ഉണ്ടോ അത്രയും ആ വാചകം പ്രോസസ്സ് ചെയ്യാൻ, മനസ്സിലാക്കാൻ നമുക്ക് സമയം കൂടുതൽ വേണ്ടിവരും. അങ്ങനെ പഠനങ്ങൾ പറയുന്നുണ്ടോ? ഉണ്ട്. വാൻ ഡൈക്കും കിൻഷുമൊക്കെ നടത്തിയ പഠനങ്ങള് അതാണ് പറയുന്നത്. കൂടുതൽ ആശയങ്ങളുണ്ടെങ്കിൽ വായിക്കാനും ഗ്രഹിക്കാനും കൂടുതൽ സമയമെടുക്കും. അതായത് കോണ്ടന്റിന്റെ കോംപ്ലക്സിറ്റി കൂടുന്നതിനനുസരിച്ച് കോംപ്രിഹെൻഷൻ എഫേർട്ടും കൂടും. മനസ്സിലായി. അപ്പോ സ്പീച്ച് ആക്ടും പ്രൊപ്പോസിഷണൽ കണ്ടന്റും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഘടകം. മൂന്നാമത്തേത് തീമാറ്റിക് സ്ട്രക്ചർ, തീമാറ്റിക് ഘടന. തീമാറ്റിക് സ്ട്രക്ചർ ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. ആശയവിനിമയം ശരിക്കും ഫലപ്രദമാകണമെങ്കിൽ സംസാരിക്കുന്ന ആള് കേൾക്കുന്ന ആളെ കൂടി പരിഗണിക്കണം. കേൾക്കുന്ന ആളെ പരിഗണിക്കുക എന്ന് വച്ചാൽ, അതായത് ഞാൻ സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കുന്നയാൾക്ക് എന്തറിയാം, എന്തറിയില്ല, അവരുടെ ഒരു നിലവാരം എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മുടെ സംസാരം ക്രമീകരിക്കണം. ഇപ്പൊ നമ്മള് ഒരു കൊച്ചുകുട്ടിയോട് സംസാരിക്കുന്ന പോലെയല്ലല്ലോ ഒരു പ്രൊഫസറോട് സംസാരിക്കുന്നത്. അല്ല, തീർച്ചയായും അല്ല. അതെ, പുതിയ ഒരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ കൂടുതൽ വിശദീകരിക്കേണ്ടി വരും. എന്നാൽ അറിയുന്ന കാര്യമാണെങ്കിൽ ചിലപ്പോൾ സൂചിപ്പിച്ചാൽ മാത്രം മതിയാകും. നല്ല അധ്യാപകരിലും കഥാകാരന്മാരിലുമൊക്കെ നമുക്ക് ഈ കഴിവ് കാണാൻ പറ്റും. ശരിയാണ്. അവർക്ക് പ്രേക്ഷകരെ മനസ്സിലാക്കി സംസാരിക്കാൻ അറിയാം. കൃത്യമായി. അവർക്കറിയാം എന്ത് പറയണം, എങ്ങനെ പറയണം, എപ്പോൾ പറയണമെന്നൊക്കെ. അതാണ് ഈ തീമാറ്റിക് സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംഭാഷണത്തിന് ഒരു ഒഴുക്കുണ്ടാക്കുക, കേൾക്കുന്നയാൾക്ക് അത് എളുപ്പത്തിൽ പിന്തുടരാൻ പറ്റുന്ന രീതിയിൽ അവതരിപ്പിക്കുക. കൊള്ളാം. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ 3 കാര്യങ്ങളും, നമ്മുടെ ഉദ്ദേശം അല്ലെങ്കിൽ സ്പീച്ച് ആക്ട്, നമ്മൾ പറയുന്ന കാര്യത്തിലെ ആശയങ്ങൾ അല്ലെങ്കിൽ പ്രൊപ്പോസിഷണൽ കണ്ടന്റ്, പിന്നെ നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് അവരെ പരിഗണിച്ചുള്ള ഒരു അവതരണം അല്ലെങ്കിൽ തീമാറ്റിക് സ്ട്രക്ചർ, ഇതെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അതെ, ഇവയെല്ലാം ചേരുമ്പോഴാണ് നല്ല ഫലപ്രദമായ ആശയവിനിമയം നടക്കുന്നത്. ഇതിലെവിടെയെങ്കിലും ഒരു പ്രശ്നം വന്നാൽ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ സംഭവിക്കാം. അതെ, തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. തീർച്ചയായും. നമ്മൾ ഉദ്ദേശിച്ചത് ഒന്നായിരിക്കും, കേൾക്കുന്നയാൾക്ക് മനസ്സിലാവുന്നത് വേറൊന്ന്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിലെ പ്രധാന ആശയം അവർക്ക് കിട്ടാതെ പോകാം. അതുമല്ലെങ്കിൽ നമ്മുടെ സംസാരം അവർക്ക് പിന്തുടരാൻ പറ്റാതെ വരാം. അപ്പോ ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്താണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്? ഭാഷ എന്ന് പറയുന്നത് വെറും വാക്കുകളുടെ ഒരു കൂട്ടമല്ല. അതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ അതിൽ നടക്കുന്നുണ്ട്. ഒരു ഉദ്ദേശ്യമുണ്ട്, കൈമാറാൻ ശ്രമിക്കുന്ന ആശയങ്ങളുണ്ട്, അത് കേൾക്കുന്നയാൾക്ക് എങ്ങനെ മനസ്സിലാകുമെന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണയുണ്ട്. ഈ ഘടകങ്ങളെല്ലാം കൃത്യമായി ചേർന്നാലേ ഭാഷ അതിന്റെ ധർമ്മം ശരിയായി നിർവഹിക്കുകയുള്ളൂ. അപ്പോ നമ്മൾ അടുത്ത തവണ സംസാരിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്താൽ നന്നാവും അല്ലേ? തീർച്ചയായും. ഒരുപക്ഷേ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് അടുത്ത തവണ ഒരാളോട് സംസാരിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കാം. എന്താണ് ചിന്തിക്കേണ്ടത്? ഞാൻ ഇത് പറയുമ്പോൾ എന്റെ യഥാർത്ഥ ഉദ്ദേശ്യം എന്താണ്? ഈ സ്പീച്ച് ആക്ട് എന്താണ്? ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയം, ആ പ്രൊപ്പോസിഷണൽ കണ്ടന്റ്, അത് വ്യക്തമായിട്ടാണോ ഞാൻ അവതരിപ്പിക്കുന്നത്? പിന്നെ ഞാൻ ആരോടാണോ സംസാരിക്കുന്നത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിലാണോ ഞാൻ പറയുന്നത്? ആ തെമാറ്റിക് സ്ട്രക്ചർ ശരിയാണോ? ഇങ്ങനെ ഒരു ചെറിയ ആത്മപരിശോധന നടത്തിയാൽ ഒരുപക്ഷെ നമ്മുടെയൊക്കെ സംഭാഷണങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ സാധിച്ചേക്കും. കൂടുതൽ വ്യക്തതയോടെ, കൃത്യതയോടെ ആശയങ്ങൾ കൈമാറാൻ നമുക്ക് കഴിഞ്ഞേക്കും. വളരെ ശരിയാണ്. ഭാഷയുടെ ഈ സങ്കീർണമായ ലോകത്തെക്കുറിച്ച് സംസാരിച്ചതിന് ഒരുപാട് നന്ദി. സന്തോഷം. നമ്മൾ ഭാഷയുടെ അടിസ്ഥാന ഘടനയിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഈ ലേഖനങ്ങളും കുറിപ്പുകളും വെച്ച്, അല്ലേ? അതെ. പ്രധാനമായും ഒരു വാക്യം നമ്മൾ കേൾക്കുമ്പോഴോ വായിക്കുമ്പോഴോ എങ്ങനെ അത് മനസ്സിലാക്കുന്നത്, അതിന്റെ പിന്നിലെ ആ ഒരു സ്ട്രക്ചർ എന്താണ്, അതൊക്കെ ഒന്ന് നോക്കാം. തീർച്ചയായും. ഒരു വാക്യം പ്രോസസ് ചെയ്യുമ്പോൾ അതിന്റെ രൂപം, അതായത് അതിന്റെ ശബ്ദം, വാക്കുകൾ ചേരുന്ന രീതി, ഘടന, അതായത് ഈ ഫൊനോളജി, മോർഫോളജി, സിൻടാക്സ് എന്നൊക്കെ പറയുന്നത്, അതെ, അത് തിരിച്ചറിയുന്നതും അതേസമയം തന്നെ അതിന്റെ അർത്ഥം, സിമാന്റിക്സ്, പ്രാഗ്മാറ്റിക്സ്, അത് മനസ്സിലാക്കുന്നതും ഒരുമിച്ചാണ് നടക്കുന്നത്. ശരിയാണ്. രണ്ടും ഒരുമിച്ചാണ് പോകുന്നത്. അതെ.
അപ്പോൾ ഭാഷയെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഈ ബേസിക് കാര്യങ്ങൾ, അതിന്റെ ഘടന അറിഞ്ഞിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ നോട്ടുകളിൽ പറയുന്ന പോലെ പ്രധാനമായും 3 ഭാഗങ്ങളുണ്ട് ഇതിന്, അല്ലേ? അതെ. ഫൊനോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ വാക്കുകൾ പറയുന്നു, അതിന്റെ ഉച്ചാരണ നിയമങ്ങൾ. ഓക്കെ. സിൻടാക്സ് അല്ലെങ്കിൽ ഗ്രാമർ എന്ന് വെച്ചാൽ ഈ വാക്കുകൾ എങ്ങനെ ശരിയായ രീതിയിൽ ചേർത്ത് വാക്യങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള നിയമങ്ങൾ. പിന്നെ സെമാന്റിക്സ്. സിമാന്റിക്സ് ആണ് അതിന്റെ അർത്ഥം. വാക്കുകളുടെയും ആ വാക്യങ്ങളുടെയും മൊത്തത്തിലുള്ള അർത്ഥം എന്താണെന്ന് നോക്കുന്നത്. ശരി ശരി. അപ്പോ ഈ 3ഉം ചേർന്നാണ് കളിക്കുന്നത്. അതെ. ഇനി ഏറ്റവും അടിസ്ഥാനത്തിലേക്ക് പോയാൽ ഫോണീംസ്, ശബ്ദിമങ്ങൾ. ശബ്ദിമങ്ങൾ, ഭാഷയിലെ ഏറ്റവും ചെറിയ സൗണ്ട് യൂണിറ്റ്. അതെ. ഒരു രസമുള്ള കാര്യം നിങ്ങളുടെ മെറ്റീരിയലിൽ കണ്ടു. നമ്മൾ മനുഷ്യർക്ക് ഏതാണ്ട് 100 തരം ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഓഹോ. പക്ഷെ ഇംഗ്ലീഷിലൊക്കെ ഏതാണ്ട് 45 എണ്ണമേ ഉപയോഗിക്കുന്നുള്ളൂ. ആണോ? അതെ. ഓരോ ഭാഷയിലും ഇത് മാറും. ഒരു 15 തൊട്ട് 85 വരെയൊക്കെ വ്യത്യാസം വരാം. ഓ, അപ്പൊ അതാണല്ലേ നമ്മൾ പുതിയ ഭാഷ പഠിക്കുമ്പോൾ ചില സൗണ്ടുകളൊക്കെ പറയാൻ ഇത്ര ബുദ്ധിമുട്ട്. കൃത്യം. ആ ഭാഷയിലില്ലാത്ത ഫോണീമായിരിക്കും അത്. ശരിയാണ്. ഇനി ഈ ഫോണീംസ് ചേർന്നിട്ടാണല്ലോ മോർഫീംസ് ഉണ്ടാകുന്നത്, രൂപിമങ്ങൾ. അതെ, അർത്ഥമുള്ള ഏറ്റവും ചെറിയ യൂണിറ്റ്. ഉദാഹരണത്തിന് അൺബ്രേക്കബിൾ എന്ന് നിങ്ങളുടെ നോട്ടിൽ കണ്ടു. അതിൽ അൺ, ബ്രേക്ക്, പിന്നെ ഏബിൾ, 3 മോർഫീംസ്. കറക്റ്റ്. അണ്ണിന് അല്ല എന്നും ഏബിളിന് സാധിക്കുന്നതും എന്നും ഒരർത്ഥമുണ്ട്. ബ്രേക്കിനുമുണ്ട്. അങ്ങനെയാണ് വാക്കുകൾക്ക് അർത്ഥം വരുന്നത്. ഓക്കെ. അപ്പോ ഈ ശബ്ദങ്ങളെക്കുറിച്ചുള്ള പഠനം ഫോണോളജി, രൂപിമങ്ങളെക്കുറിച്ചുള്ള പഠനം മോർഫോളജി. പക്ഷേ സൈക്കോളജിസ്റ്റുകൾക്ക് കൂടുതൽ താല്പര്യം കുറച്ചുകൂടി മുകളിലുള്ള ലെവലിലാണല്ലേ? വേർഡ്സ്, ഫ്രേസസ്, സെന്റൻസസ്. അതെ അതെ. ആ ഉയർന്ന തലത്തിലുള്ള വിശകലനത്തിലാണ് കൂടുതൽ ശ്രദ്ധ. നിങ്ങളുടെ സോഴ്സുകളിലും അതാണ് കാണുന്നത്. കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നത് അവിടെയാണ്. അവിടെ നിങ്ങളുടെ മെറ്റീരിയൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ലെക്സിക്കൽ കണ്ടന്റ്, പദപരമായ ഉള്ളടക്കം. അതായത് ഏതൊക്കെ വാക്കുകൾ എത്ര തവണ ഉപയോഗിച്ചു എന്നൊക്കെ നോക്കുന്നത്. തോണ്ടൈക്ക്, ലോർജ് എന്നിവരുടെ പഠനങ്ങൾ ഇതിന് ഉദാഹരണമായി പറയുന്നുണ്ടല്ലേ? ഉണ്ട്. അത് വാക്കുകൾ പഠിക്കാനുള്ള എളുപ്പം പ്രവചിക്കാനൊക്കെ സഹായിച്ചിട്ടുണ്ട് പണ്ട്. ഓക്കെ. രണ്ടാമത്തേത് സിൻടാക്റ്റിക് കണ്ടന്റ് അഥവാ സിൻടാക്സ്, വാക്യഘടന. അതെ. വാക്കുകൾ എങ്ങനെ ഒരു പ്രത്യേക ഓർഡറിൽ വെച്ച് ഫ്രേസസും സെന്റൻസസും ഉണ്ടാക്കുന്നു എന്നത്. ഇവിടെയാണ് നോം ചോംസ്കിയുടെ പേര് വരുന്നത്. അദ്ദേഹത്തിന്റെ പ്രൊഡക്ടിവിറ്റി എന്ന ആശയം. അതെ. അതായത് കുറച്ച് നിയമങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എണ്ണമില്ലാത്തത്ര വാക്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ആ കഴിവിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഈ നിയമങ്ങളുടെ കൂട്ടമാണ് ഗ്രാമർ അഥവാ വ്യാകരണം. ശരി. മൂന്നാമത്തെ കാര്യം സിമാന്റിക് കണ്ടന്റ്, അർത്ഥപരമായ ഉള്ളടക്കം. ഒരു വാക്യത്തിന്റെ അർത്ഥം, എന്താശയമാണ് അത് കൈമാറുന്നത് എന്നത്. ഇവിടെയാണ് ഫീച്ചർ തിയറി, പ്രോട്ടോടൈപ്പ് തിയറി എന്നൊക്കെ വരുന്നതല്ലേ? അതെ. ഫീച്ചർ തിയറി അനുസരിച്ച് ഓരോ വാക്കിനും ചില അടിസ്ഥാന സ്വഭാവങ്ങൾ, ഫീച്ചേഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് അമ്മാവൻ എന്ന വാക്കിന് പുരുഷൻ, ബന്ധു എന്നൊക്കെയുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവാം. ഓക്കെ. പ്രോട്ടോടൈപ്പ് തിയറിയോ? അത് നമ്മൾ ഒരു കാറ്റഗറിയിലെ ഏറ്റവും ടിപ്പിക്കലായ ഉദാഹരണവുമായി താരതമ്യം ചെയ്ത് അർത്ഥം മനസ്സിലാക്കുന്ന രീതിയാണ്. പക്ഷി എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്നത് ഒരു കാക്കയോ പ്രാവോ ഒക്കെ ആവും, പെൻഗ്വിനാവില്ല. ആ കാക്ക, പ്രാവ് ഒരു പ്രോട്ടോടൈപ്പാണ്. മനസ്സിലായി. ഇനി വാക്യങ്ങളുടെ ഘടന, ഫ്രേസ് സ്ട്രക്ചർ. അതെ. ഒരു വാക്യം വെറുതെ കുറെ വാക്കുകൾ ഒന്നിച്ചെഴുതുന്നതല്ല. അതിനൊരു ഘടനയുണ്ട്, ഫ്രേസ് സ്ട്രക്ചറുണ്ട്. സാധാരണയായി ഒരു നൗൺ ഫ്രേസും ഒരു വെർബ് ഫ്രേസും ഉണ്ടാവും, അല്ലേ? ഉണ്ടാവും. ദ ബോയ് ഏറ്റ് ആൻ ആപ്പിൾ എന്ന ഉദാഹരണം നിങ്ങളുടെ മെറ്റീരിയലിലുണ്ട്. ഉണ്ട്. അതിൽ ദ ബോയ് ആണ് നൗൺ ഫ്രേസ്, ഏറ്റ് ആൻ ആപ്പിൾ എന്നത് വെർബ് ഫ്രേസ്. നമ്മൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് നിർത്തുന്നില്ലേ, പോസസ്? അത് പലപ്പോഴും ഈ ഘടനയെ കാണിക്കുന്നുണ്ടല്ലേ? ശരിയാണ്. ദി ബോയ് എന്ന് നമ്മൾ സ്വാഭാവികമായി പറയും. അല്ലാതെ ദി ബോയ് ഏറ്റ് ആൻ ആപ്പിൾ എന്നല്ലല്ലോ സാധാരണ പറയുക. ശരിയാണ്. ഇവിടെയാണ് അടുത്ത പ്രധാന ആശയം വരുന്നത്, സർഫസ് സ്ട്രക്ചറും ഡീപ് സ്ട്രക്ചറും. അതെ. പ്രതലഘടനയും ആന്തരിക ഘടനയും. നമ്മൾ കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ആ വാക്യത്തിന്റെ രൂപം, അതാണ് സർഫസ് സ്ട്രക്ചർ. കറക്റ്റ്. അതിന്റെ പിന്നിലുള്ള യഥാർത്ഥ അർത്ഥം, ഗ്രാമർ ബന്ധങ്ങൾ ഒക്കെ ചേർന്നതാണ് ഡീപ് സ്ട്രക്ചർ.
ഇതിന് നല്ല ഉദാഹരണങ്ങൾ നിങ്ങളുടെ കുറിപ്പുകളിലുണ്ട്. ഉണ്ട്. രോഹിത് ത്രൂ ദ ബോൾ എന്നതും ദ ബോൾ വാസ് ത്രോൺ ബൈ രോഹിത് എന്നതും. ഇത് രണ്ടും കേൾക്കാൻ വ്യത്യാസമുണ്ട്. സർഫസ് സ്ട്രക്ചർ വേറെയാണ്, പക്ഷേ അർത്ഥം ഒന്നാണ്. ഡീപ് സ്ട്രക്ചർ ഒന്ന് തന്നെ. രോഹിത് പന്തെറിഞ്ഞു, അത്രയുള്ളൂ. ഇവയെ സിനോണിമസ് സെന്റൻസസ് എന്ന് പറയും. എന്നാൽ ചില വാക്യങ്ങൾക്ക് ഒരേ സർഫസ് സ്ട്രക്ചർ ആയിരിക്കും, പക്ഷേ ഒന്നിൽ കൂടുതൽ ഡീപ് സ്ട്രക്ചർ ഉണ്ടാവാം. അതെ. ദ ലാംബ് ഈസ് റെഡി ടു ഈറ്റ് എന്ന ഉദാഹരണം ഓർക്കുന്നുണ്ടോ? അതിന് രണ്ടർത്ഥം വരാം. ആട്ടിൻകുട്ടി ഭക്ഷണം കഴിക്കാൻ റെഡിയാണ് എന്നോ, അല്ലെങ്കിൽ ആട്ടിൻകുട്ടിയെ നമുക്ക് കഴിക്കാൻ പാകത്തിൽ റെഡിയാക്കിയിട്ടുണ്ട് എന്നോ. അതെ, ഒരേ വാചകം, രണ്ട് സാധ്യതകൾ. ഇതിനെയാണ് ആംബിഗ്വസ് സെന്റൻസ് എന്ന് പറയുന്നത്. ഡീപ് സ്ട്രക്ചർ രണ്ടാണ്. ഈ ഡീപ് സ്ട്രക്ചർ എങ്ങനെ സർഫസ് സ്ട്രക്ചറായി മാറുന്നത്? അവിടെയാണ് ചോംസ്കിയുടെ ട്രാൻസ്ഫോർമേഷണൽ റൂൾസ് വരുന്നത്. അതെ, ആ മാറ്റം വിശദീകരിക്കുന്ന നിയമങ്ങളാണവ. ഒരു രസമുള്ള കാര്യം നമ്മൾ ഓർക്കുമ്പോൾ, ഒരു വലിയ വാചകം കേട്ടാൽ അതിന്റെ കറക്റ്റ് വാക്കുകളല്ല ഓർക്കുന്നത്. അല്ല, അതിന്റെ ഡീപ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ബേസിക് ആശയം, ഒരു സ്കീമ ആണ് ഓർമ്മയിൽ നിൽക്കുക. ശരിയാണ്. അതുകൊണ്ട് നമ്മൾ ഭാഷ മനസ്സിലാക്കുമ്പോൾ ഈ സിന്റാക്സ് അനുസരിച്ചുള്ള ഭാഗങ്ങൾ ചങ്ക്സ് ആയിട്ടാണ് തലച്ചോർ വിവരങ്ങൾ എടുക്കുന്നത്. ഫ്രേസ് സ്ട്രക്ചർ അവിടെ വളരെ പ്രധാനമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഭാഷയ്ക്ക് പല ലെയറുകളുണ്ട്. ഫൊനോളജി തൊട്ട് സെമാന്റിക്സ് വരെ. ഫൊനീംസ്, മോർഫീംസ് ആണ് ബേസിക് ബിൽഡിംഗ് ബ്ലോക്കുകൾ. പിന്നെ ഈ വാക്യഘടന, അതായത് സിന്റാക്സ്, അത് അർത്ഥവുമായിട്ട് സിമാന്റിക്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. സർഫസ് സ്ട്രക്ചർ, ഡീപ് സ്ട്രക്ചർ എന്ന വേർതിരിവ് ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ. ഒരു കാര്യം കൂടി ആലോചിച്ച് നോക്കൂ. ഈ ഘടനയെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് എവിടെയൊക്കെ ഉപയോഗപ്പെടും? ഒരു പുതിയ ഭാഷ പഠിക്കുമ്പോൾ. ശരിയാണ്. അതിന്റെ നിയമങ്ങൾ മനസ്സിലാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ വായിക്കുന്ന ഒരു ആർട്ടിക്കിളിലെ സങ്കീർണമായ വാക്യങ്ങൾ, അതിന്റെ ഘടന തിരിച്ചറിഞ്ഞാൽ ആശയം പിടികിട്ടാൻ എളുപ്പമാവില്ലേ? തീർച്ചയായും. ഭാഷയുടെ ഉള്ളറകളിലേക്കുള്ള ഒരു നോട്ടം തന്നെയായിരുന്നു ഇത്. എങ്ങനെയാണ്, അതായത് മനസ്സിലുള്ള ഒരു ആശയം വാക്കുകളാക്കി മാറ്റുന്നത്? ആ ഒരു പ്രോസസ്, സംസാരം എങ്ങനെ രൂപപ്പെടുന്നു, അഥവാ പ്രൊഡക്ഷൻ ഓഫ് ലാംഗ്വേജ്, അതാണ് നമ്മളിന്ന് നോക്കുന്നത്. നിങ്ങൾ തന്ന ഈ വിവരങ്ങൾ വെച്ച് നമുക്ക് വിശദമായിട്ടൊന്ന് സംസാരിക്കാം. നമസ്കാരം. അതെ, നമ്മളിങ്ങനെ വളരെ എളുപ്പത്തിൽ സംസാരിക്കുന്നു തോന്നുമെങ്കിലും അതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പ്ലാനിംഗ്, പിന്നെ അതിന്റെ എക്സിക്യൂഷൻ. ഒരു ആശയം വരുന്നത് തൊട്ട് അത് ശബ്ദമായി പുറത്തു വരുന്നത് വരെ പല സ്റ്റെപ്പുകളുണ്ട്. ക്ലാർക്കും ഇതിനെ എന്താ പറയാ, ഒരു 5 ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ശരിയാണ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? നമ്മൾ എന്തു പറയാൻ പോകുന്നു, അതിന്റെ ഒരു രൂപരേഖ മനസ്സിലുണ്ടാക്കുക എന്നതാണോ? അതെ, അത് തന്നെ. അതിനെയാണ് നമ്മൾ ഡിസ്കോഴ്സ് പ്ലാൻസ് എന്ന് പറയുന്നത്. അതായത് സംഭാഷണത്തിന്റെ ഒരു ശൈലി തീരുമാനിക്കൽ. ഇപ്പോ നമ്മളൊരു തമാശയാണോ പറയാൻ പോകുന്നത്, അതോ ഒരു നിർദ്ദേശം കൊടുക്കാനാണോ, അല്ലെങ്കിൽ ഒരു വിവരണം നൽകാനാണോ? ഓരോന്നിനും അതിൻ്റെതായ ഒരു രീതി, ഒരു ഘടനയുണ്ടല്ലോ. ഉദാഹരണത്തിന് ആ തമാശയുടെ കാര്യം പറഞ്ഞല്ലോ. ഒരു തമാശയ്ക്ക് ഒരു സെറ്റപ്പ് വേണം, പശ്ചാത്തലം, പിന്നെ സംഭവങ്ങൾ പറയണം, അവസാനം ഒരു പഞ്ച് ലൈൻ. ആ ഒരു ഓർഡർ തെറ്റിയാൽ പിന്നെ അത് ഏശില്ല, അല്ലേ? അതെ, തമാശ ചളമാകും. അപ്പൊ ആ ഘടന പ്രധാനമാണ്. ഈ ഘടന തീരുമാനിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ചില നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഗ്രൈസിന്റെ തത്വങ്ങൾ, ഗ്രീസിയൻ മാക്സിംസ്, അത് ഈ ഘട്ടത്തിൽ എങ്ങനെയാ വരുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റേയാൾ നമ്മൾ പറയുന്നത് മനസ്സിലാക്കാനായി ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കും. അതായത് ആവശ്യത്തിന് മാത്രം പറയുക, ക്വാണ്ടിറ്റി; സത്യം പറയുക, ക്വാളിറ്റി; വിഷയത്തോട് ബന്ധമുള്ളത് പറയുക, റിലേഷൻ; പിന്നെ വ്യക്തമായി പറയുക, മാനർ. ഈ തത്വങ്ങൾ നമ്മൾ പാലിക്കും എന്നൊരു ധാരണയിലാണ് സംഭാഷണം മുന്നോട്ട് പോകുന്നത്. ഓഹോ, അപ്പോ ഇത് ലംഘിച്ചാലോ? ഒരാൾ ആവശ്യമില്ലാത്തത് പറഞ്ഞാൽ, അല്ലെങ്കിൽ വിഷയത്തിൽ നിന്ന് മാറിയാൽ? അവിടെയാണ് രസം. ഈ തത്വങ്ങൾ ലംഘിക്കുന്നതിലൂടെയും ചിലപ്പോൾ അർത്ഥമുണ്ടാകാം. അതിനെയാണ് കോൺവെർസേഷണൽ ഇംപ്ലിക്കേച്ചർ എന്ന് പറയുന്നത്. പരോക്ഷമായിട്ട് നമ്മൾ ചിലത് സൂചിപ്പിക്കുകയാണ്. ആ ഉദാഹരണം ഓർമ്മയില്ലേ, ഗോപാൽ ഭട്നാഗറിന്റെ? ഓർമ്മയുണ്ട്. ടെക്നിക്കൽ ജോലിക്കുള്ള റെക്കമെൻഡേഷൻ ലെറ്റർ. അതെ, അതിൽ ഗോപാൽ നന്നായി ഡ്രസ്സ് ചെയ്യും, ഭാര്യ സുന്ദരിയാണ്, നല്ല കാറുണ്ട് എന്നൊക്കെ എഴുതിയാൽ അത് ആ ജോലിക്ക് ആവശ്യമായ കാര്യങ്ങളാണോ? അല്ല. റിലേഷൻ എന്ന തത്വം അവിടെ ലംഘിക്കുകയാണ്. ശരിയാണ്. അപ്പോ കത്തെഴുതിയ ആള് എന്താ പറയാതെ പറയുന്നത്? ഗോപാൽ ആ ജോലിക്ക് അത്ര പോരാന്നായിരിക്കും.
അല്ലേ? എക്സാക്ട്ലി. അതാണ് ഇംപ്ലിക്കേച്ചർ. അപ്പോ നിയമം തെറ്റിക്കുന്നതും ഒരു ആശയവിനിമയ മാർഗമാണ്. കൊള്ളാം, ഇത് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. അപ്പോ സംഭാഷണ ശൈലിയും ലക്ഷ്യവും തീരുമാനിച്ചു. സ്റ്റേജ് 1 കഴിഞ്ഞു. ഇനി അടുത്തതോ? സ്റ്റേജ് 2. അത് പ്ലാനിംഗ് ഓഫ് സെന്റൻസസ്. അതായത് വാചകങ്ങൾ പ്ലാൻ ചെയ്യണം. എന്തു തരം വാചകം വേണം, ഏതാശയം ആദ്യം പറയണം, ഏത് ക്രമത്തിൽ പറയണം, ഇതൊക്കെ ഇവിടെയാണ് തീരുമാനിക്കുന്നത്. ഓഹോ, അപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഒരു വീടിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം സ്ഥലം, പിന്നെ വീടിന്റെ ഒരു പൊതുവായ രൂപം, പിന്നെ മുറികൾ, അങ്ങനെ ജനറലിൽ നിന്ന് സ്പെസിഫിക്കിലേക്ക് പോകുന്നത് പോലെ. അതെ അതെ, അങ്ങനെ ഒരു ക്രമമുണ്ടാക്കുന്നത് കേൾക്കുന്ന ആൾക്ക് എളുപ്പമാക്കും. അതാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. ഇനി മൂന്നാമത്തെ ഘട്ടം, കോൺസ്റ്റിറ്റ്യൂവന്റ് പ്ലാൻസ്. വാചകത്തിലെ ഘടകങ്ങൾ ആസൂത്രണം ചെയ്യണം. ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ വാക്കുകൾ, പദങ്ങൾ ഒക്കെയാണോ? അതെ, ശരിയായ വാക്കുകൾ കണ്ടെത്തണം. അവയെ ശരിയായ വ്യാകരണ രൂപത്തിൽ, ശരിയായ ക്രമത്തിൽ ചേർക്കണം. ഇവിടെയാണ് ഈ നാക്കുപിഴകളൊക്കെ വരാൻ സാധ്യത കൂടുതൽ. സ്ലിപ്സ് ഓഫ് ദി ടങ്. ആ ഫ്രണ്ട്ലി ഹോം മേക്കർ പ്രോഗ്രാം എന്നുള്ളത് ഹോംലി ഫ്രണ്ട് മേക്കർ എന്നൊക്കെ ആയി പോകുന്നത്. അതുതന്നെ. അല്ലെങ്കിൽ 21 ഗൺ സല്യൂട്ട് എന്നുള്ളത് 21 സൺ സല്യൂട്ട് എന്നാകുന്നത്. തലച്ചോറ് വളരെ വേഗത്തിൽ ഈ വാക്കുകളും ഘടനകളും ഒക്കെ പ്രോസസ്സ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ചെറിയ പിഴവുകളാണ്. പക്ഷേ രസമെന്താന്ന് വെച്ചാൽ ഈ പിഴവുകൾ പോലും ഒരു പരിധിവരെ ഭാഷയുടെ നിയമങ്ങൾ അനുസരിക്കും. വെറുതെ അക്ഷരങ്ങൾ മാറിപ്പോവുകയല്ല. ശരിയാണ്. അപ്പോ ആദ്യത്തെ 3 ഘട്ടം കൂടുതലും പ്ലാനിംഗ് ആണല്ലേ, മനസ്സിൽ നടക്കുന്നത്? അതെ, കൂടുതലും ആസൂത്രണമാണ്. ഇനി വരുന്നത് നിർവഹണമാണ്, എക്സിക്യൂഷൻ. നാലാമത്തെ ഘട്ടം ആർട്ടിക്കുലേറ്ററി പ്രോഗ്രാം. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വാക്കുകൾ ഉച്ചരിക്കാൻ നമ്മുടെ വായ, നാവ്, ചുണ്ടുകൾ, തൊണ്ടയിലെ പേശികൾ ഇതൊക്കെ എങ്ങനെ ചലിപ്പിക്കണമെന്നതിന്റെ ഒരു പ്ലാൻ ഉണ്ടാക്കലാണ് ഒരു പ്രോഗ്രാം. ഓക്കെ, അതായത് പേശികൾക്കുള്ള ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് പോലെ. ചാപ്പുതൂബ എന്ന് പറയാം. ഒരു ബ്ലൂ പ്രിന്റ് എന്ന് പറയാം. ഓരോ ശബ്ദത്തിനും വേണ്ട ചലനങ്ങളുടെ ഒരു ബ്ലൂ പ്രിന്റ്. എന്നിട്ട് 5ാമത്തെ ഘട്ടത്തിൽ ഈ ബ്ലൂ പ്രിന്റ് അനുസരിച്ച് നമ്മൾ സംസാരിക്കുന്നു. അതെ, അതാണ് അവസാന ഘട്ടം, ആർട്ടിക്കുലേഷൻ, യഥാർത്ഥ സംസാരം. ആ പ്ലാൻ അനുസരിച്ച് ശ്വാസം പുറത്തുവിട്ട് സ്വനതന്തുക്കൾ കമ്പിപ്പിച്ച് നാവ്, ചുണ്ട്, പല്ല്, അണ്ണാക്ക് ഒക്കെ ഉപയോഗിച്ച് ആ ശബ്ദത്തെ മോഡിഫൈ ചെയ്ത് നമ്മൾ വാക്കുകളാക്കി മാറ്റുന്നു. ഇതെല്ലാം ഭയങ്കര കോർഡിനേഷനോടെയാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ ഈ വെറുതെ സംസാരിക്കുന്നു എന്ന് പറയുമ്പോഴും പിന്നണിയിൽ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരാശയം വരുന്നു, എന്തുതരം സംഭാഷണമാണെന്ന് തീരുമാനിക്കുന്നു, വാചകങ്ങൾ പ്ലാൻ ചെയ്യുന്നു, വാക്കുകൾ തിരഞ്ഞെടുക്കുന്നു, പേശികളെ ചലിപ്പിക്കാൻ പ്രോഗ്രാം ഉണ്ടാക്കുന്നു, അവസാനം സംസാരിക്കുന്നു. ശരിക്കും 5 ഘട്ടങ്ങൾ. അതെ അതെ, ഇത് വളരെ സങ്കീർണമായ, എന്നാൽ നമ്മൾ ഒട്ടും അറിയാതെ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ഇതിൻ്റെ ഈ ഓരോ ഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് സംസാരത്തിൽ വരുന്ന ചെറിയ പിഴവുകൾ അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങളൊക്കെ എന്തുകൊണ്ട് വരുന്നു എന്ന് കുറച്ചുകൂടി വ്യക്തമാകും. പിന്നെ ആ ഗ്രൈസിന്റെ തത്വങ്ങളൊക്കെ നമ്മൾ എത്ര സ്വാഭാവികമായിട്ടാണ് ഉപയോഗിക്കുന്നതും ഓർക്കണം. ശരിയാണ്. ഒരു കാര്യം കൂടി ആലോചിച്ചു നോക്കൂ. നമുക്ക് സംസാരിക്കാൻ, അതായത് ഭാഷ പുറത്തേക്ക് വിടാൻ ഇത്രയധികം പ്ലാനിങ്ങും പ്രോസസ്സിങ്ങും വേണമെങ്കിൽ മറ്റൊരാൾ പറയുന്നത് കേട്ട് അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ നമ്മുടെ തലച്ചോറ് എത്ര മാത്രം പണിയെടുക്കുന്നുണ്ടാവും. ആ ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ അതൊരുപക്ഷെ നമുക്ക് അടുത്തൊരിക്കൽ സംസാരിക്കാം. തീർച്ചയായും, അത് മറ്റൊരു വലിയ വിഷയമാണ്. ഇന്നത്തെ ഈ വിശകലനം വളരെ ഉപകാരപ്രദമായിരുന്നു. ഇന്ന് നമ്മൾ സംസാരധാരണ, അതായത് സ്പീച്ച് പെർസെപ്ഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ ഈ പങ്കുവച്ച ലേഖനങ്ങളും ഗവേഷണ റിപ്പോർട്ടുകളൊക്കെ നോക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ കേൾക്കുന്ന സംസാരം ഇത്ര വേഗത്തിൽ മനസ്സിലാക്കുന്നത് എന്നതൊരു അത്ഭുതം തന്നെയാ. അപ്പോ ഈ വിഷയത്തിലേക്ക് നമുക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് പോയി നോക്കിയാലോ? തീർച്ചയായും. കാരണം ഈ കഴിവ് അത് നമ്മുടെ ആശയവിനിമയത്തിന് എത്രത്തോളം പ്രധാനമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ശബ്ദതരംഗങ്ങളെ നമ്മൾ അർത്ഥവത്തായ ചിന്തകളാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയുണ്ടല്ലോ, അത് നമ്മൾ വിചാരിക്കുന്നതിലും കുറച്ചുകൂടി സങ്കീർണമാണ് ശരിക്കും. തുടക്കത്തിൽ തന്നെ ഈ വേഗതയുടെ കാര്യം നോക്കാം. നമുക്ക് നന്നായി അറിയുന്ന ഭാഷയിലെ അടിസ്ഥാന ശബ്ദങ്ങളില്ലേ, ഫോണീംസ്, അത് സെക്കൻഡില് ഒരു 50 എണ്ണം വരെ തിരിച്ചറിയാൻ നമുക്ക് പറ്റുമെന്നാണ് പറയുന്നത്. 50? അതെ.
പക്ഷേ സംസാരമല്ലാത്ത മറ്റു ശബ്ദങ്ങൾ, ഇപ്പൊ ഒരു മണി അടിക്കുന്നത് പോലെയുള്ളത്, അത് സെക്കൻഡിൽ 1/3 വേഗതയിലേ നമുക്ക് പ്രോസസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പൊ വലിയ വ്യത്യാസം ഉണ്ടല്ലോ. അതെ, അതായത് ഭാഷ തിരിച്ചറിയാൻ നമ്മുടെ തലച്ചോറിന് ഒരു പ്രത്യേക കഴിവുണ്ട്, ഒരു അസാമാന്യ കഴിവ്. സാധാരണ ശബ്ദങ്ങളെക്കാൾ ഏകദേശം ഒരു 0.75 മടങ്ങ് വേഗത്തിലാണിത്. അതെ, ആ വേഗത തന്നെ സൂചിപ്പിക്കുന്നത് അത് വെറുതെ കേൾക്കൽ മാത്രമല്ല അവിടെ നടക്കുന്നതെന്ന്. കേൾക്കുന്നതിനെ ആദ്യം മനസ്സിലാക്കാവുന്ന രൂപത്തിലാക്കണം, അതായത് എൻകോഡിങ് ചെയ്യണം. ശരി. പിന്നെ അതിനെ ഗ്രഹിക്കണം, കോംപ്രിഹെൻഷൻ. അതോടൊപ്പം സന്ദർഭം, കോണ്ടെക്സ്റ്റ്, പിന്നെ അർത്ഥം, മീനിങ്, ഇതൊക്കെ ചേർന്നാണ് ഈ പറഞ്ഞ സ്പീച്ച് പെർസെപ്ഷൻ നടക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ വിശന്നിരിക്കുന്ന ഒരു കുട്ടിയോട് കഴിക്കാൻ കൈ കഴുകിയോ എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ കുട്ടിക്ക് അതൊരു ചോദ്യമായിട്ടല്ല ചിലപ്പോൾ തോന്നുന്നത്. ചിലപ്പോൾ ഭക്ഷണം റെഡിയാണ്, വന്ന് കഴിച്ചോളൂ എന്നൊരു നിർദ്ദേശമായിട്ടാവാം, ഒരു ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്ട് ആയിട്ടാവാം കുട്ടി എടുക്കുന്നത്. ശരിയാണ്, ശരിയാണ്. ആ സന്ദർഭത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. അതുപോലെ വേറൊരു കാര്യം, ഈ അപൂർണമായ വാക്യങ്ങൾ കേൾക്കുമ്പോൾ, നമ്മളിപ്പോ രാത്രി പേടിപ്പെടുത്തുന്ന ഒരു കണ്ട് കുട്ടി ഞെട്ടി ഉണർന്നു എന്ന് കേട്ടാൽ ആ വിട്ടുപോയ വാക്ക് എന്തായിരിക്കും? അത് സ്വപ്നം എന്നാവാൻ സാധ്യതയുണ്ട്. അതെ, സ്വപ്നം എന്ന് നമുക്ക് എളുപ്പത്തിൽ ഊഹിക്കാൻ പറ്റും, അല്ലേ? ആ വാക്യത്തിന്റെ ഒരു ഒഴുക്കും ആ സന്ദർഭവുമാണ് അവിടെ നമ്മളെ സഹായിക്കുന്നത്. തീർച്ചയായും. ഈ സന്ദർഭത്തിന്റെ സ്വാധീനം കാണിക്കുന്ന ഒരു പ്രധാന പ്രതിഭാസമാണ് ഫൊണീമിക് റെസ്റ്റോറേഷൻ. ഓക്കേ, ഫൊണീമിക് റെസ്റ്റോറേഷൻ. അതെ, വാറൻ നടത്തിയ ഒരു പരീക്ഷണമുണ്ട്. അതിലവര് ലെജിസ്ലേച്ചേഴ്സ് എന്നൊരു വാക്കുണ്ടല്ലോ, അതിലെ ആദ്യത്തെ എസ് എന്ന ശബ്ദം ആ ഭാഗത്ത് ഒരു ചുമയുടെ ശബ്ദം കേൾപ്പിച്ചു. ചുമയുടെ ശബ്ദമോ? ഓക്കേ. എന്നിട്ട് ആളുകളോട് ചോദിച്ചു, ഈ ചുമ വാക്കിന്റെ ഏത് ഭാഗത്താണ് വന്നതെന്ന്. രസം എന്താന്ന് വെച്ചാല് ആർക്കും അത് കൃത്യമായിട്ട് പറയാൻ പറ്റിയില്ല, എവിടെയാണ് ചുമ വന്നതെന്ന്. ശരിക്കും? അതുമാത്രമല്ല, ആ സാ ശബ്ദം അവിടെ ഉണ്ടായിരുന്നതായിട്ട് അവർക്ക് തോന്നുകയും ചെയ്തു. അവിശ്വസനീയം. അതായത് നഷ്ടപ്പെട്ട ആ ശബ്ദം മനസ്സാ സന്ദർഭം വെച്ചിട്ട് അവിടെ ഉണ്ടാക്കിയെടുത്തു, റിസ്റ്റോർ ചെയ്തു. കൊള്ളാം. ഇപ്പൊ നമ്മള് ഈൽ എന്ന് കേൾക്കുകയാണെങ്കിൽ സന്ദർഭം അനുസരിച്ച് നമ്മുടെ തലച്ചോറ് അതിനെ ചിലപ്പോൾ വീൽ എന്നാക്കാം, അല്ലെങ്കിൽ പീൽ എന്നാക്കാം, ഹീൽ എന്നാക്കാം. അങ്ങനെ പല സാധ്യതകളുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അപ്പൊ നമ്മൾ ഈ കേൾക്കുന്ന വാക്കുകൾ ഇങ്ങനെ ഒറ്റയൊറ്റയായി നിൽക്കുന്നവയല്ല എന്നതും അല്ലേല, അതും പ്രധാനമാണല്ലേ. സ്പെക്ട്രോഗ്രാഫ് പോലുള്ള ഉപകരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ സംസാരം എന്നതൊരു തുടർമാനമായ ശബ്ദതരംഗമാണെന്നാ കാണുന്നത്. ശരിയാണ്. വാക്കുകൾക്കിടയിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ ഗ്യാപ്പുകളൊന്നുമില്ല. അതെ, പോളെക്കൻ പിക്കറ്റ് ഒരു പരീക്ഷണം നടത്തിയിരുന്നു. അതിലവര് സംഭാഷണങ്ങളിൽ നിന്ന് വെറുതെ ഒരു വാക്ക് മാത്രം അടർത്തിയെടുത്ത് ആളുകളെ കേൾപ്പിച്ചു. ഒറ്റ വാക്ക് മാത്രമായിട്ട്. അതെ. പലർക്കും അത് തിരിച്ചറിയാൻ പോലും പറ്റിയില്ല. ആണോ? പക്ഷേ ആ വാക്ക് ഒരു മുഴുവൻ വാചകത്തിന്റെ ഭാഗമായിട്ട് കേട്ടപ്പോൾ ഒരു പ്രശ്നവുമില്ലായിരുന്നു. അപ്പൊ സന്ദർഭം പോയപ്പോ വാക്കിന്റെ ഐഡന്റിറ്റിയും പോയി. അത് തന്നെ. അതെ. അപ്പോ ഈ പറഞ്ഞ ഉദാഹരണങ്ങളെല്ലാം നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, കേൾക്കുന്ന ശബ്ദം മാത്രമല്ല പ്രധാനം, നമ്മുടെ അറിവ്, നമ്മുടെ അനുഭവം, പ്രതീക്ഷകൾ, പിന്നെ ഈ പറഞ്ഞ സന്ദർഭം, ഇതൊക്കെ സംസാരം മനസ്സിലാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇതിനെ വിശദീകരിക്കാൻ ഒരുപാട് സിദ്ധാന്തങ്ങൾ, തിയറീസ് വന്നിട്ടുണ്ട്. ചില സിദ്ധാന്തങ്ങൾ ഇതിനെ മറ്റു സാധാരണ ശബ്ദങ്ങൾ തിരിച്ചറിയുന്ന പോലെ ഒരു കേൾവി പ്രക്രിയ, ഒരു ഓഡിറ്ററി പെർസെപ്ഷൻ ആയിട്ടാണ് കാണുന്നത്. അതായത് കേൾക്കുന്ന ശബ്ദത്തെ മനസ്സിലുള്ള ഒരു റെഡിമെയ്ഡ് മാതൃകയുമായിട്ട് ഒത്തുനോക്കുന്നു. ടെംപ്ലേറ്റ് മാച്ചിങ് എന്ന് പറയും. ടെംപ്ലേറ്റ് മാച്ചിങ്. അല്ലെങ്കിൽ ആ ശബ്ദത്തിലെ ചില പ്രധാനപ്പെട്ട സവിശേഷതകൾ, ഫീച്ചർ ഡിറ്റക്ഷൻ, തിരിച്ചറിയാൻ ശ്രമിക്കുന്നു. ഒരു താക്കോൽ അതിന്റെ പൂട്ടിൽ ചേരുന്നുണ്ടോ എന്ന് നോക്കുന്ന പോലെ. ഏകദേശം അതുപോലെ. ഈ ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള സിദ്ധാന്തങ്ങൾ ഏതൊക്കെയാണ്? ഉദാഹരണത്തിന് ഫോണറ്റിക് റിഫൈൻമെന്റ് തിയറി എന്നൊന്നുണ്ട്. അത് പറയുന്നത് നമ്മൾ ആദ്യം ശബ്ദത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് പിന്നെയാണ് ഉയർന്ന തലത്തിനുള്ള വിശകലനത്തിലേക്ക് പോകുന്നതെന്നാണ്. പിന്നെ ട്രേസ് മോഡൽ എന്നൊന്നുണ്ട്. അത് കുറച്ചുകൂടി സങ്കീർണമാണ്. ട്രേസ് മോഡൽ അതനുസരിച്ച് പല തട്ടുകളിലായിട്ടാണ് ഈ വിശകലനം നടക്കുന്നത്. അക്കൂസ്റ്റിക് ഫീച്ചേഴ്സ്, അതായത് ശബ്ദത്തിന്റെ ഭൗതിക ഗുണങ്ങൾ, പിന്നെ ഫോനീംസ്, പിന്നെ വേർഡ്സ്. പല ലെവലുകൾ. അതെ, പല ലെവലുകൾ. ഇതൊരു ഒരു ടീം വർക്ക് പോലെയാണ്. ഈ ഓരോ ലെവലും അതിനു മുകളിലുള്ളതും താഴെ ഉള്ളതുമായിട്ടുള്ള ലെവലുകളുമായിട്ട് നിരന്തരം സംസാരിക്കുന്നുണ്ട്, പരസ്പരം സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ അതൊരു ഡൈനാമിക് പ്രോസസ് ആണ്. അതെ, വളരെ ഡൈനാമിക് ആണ്.
അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സംസാരം മനസ്സിലാക്കുക എന്നത് വെറുതെ ചെവി കൊണ്ട് കേൾക്കുന്ന ഒരു ഏർപ്പാടല്ല. അല്ല, നമ്മുടെ തലച്ചോറ് ഈ സന്ദർഭവും നമ്മുടെ മുൻ അറിവും ഒക്കെ ഉപയോഗിച്ച് വളരെ സജീവമായിട്ട് നിർമ്മിക്കുന്ന ഒന്നാണിത്. അതെ, ഈ ഫുനീമിക് റെസ്ട്രേഷൻ പോലുള്ള കാര്യങ്ങൾ അത് വ്യക്തമാക്കുന്നുണ്ടല്ലേ. നമ്മൾ കേൾക്കുന്ന ആ യാഥാർത്ഥ്യത്തെ തലച്ചോറ് പൂരിപ്പിക്കുന്നു, വ്യാഖ്യാനിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ അതാണ്. നമ്മൾ കേൾക്കുന്നത് മാത്രമല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നതും കൂടിച്ചേർന്നാണ് ആ അനുഭവം ഉണ്ടാകുന്നത്. അപ്പോ ഈ ചർച്ചയുടെ വെളിച്ചത്തിൽ കേൾക്കുന്ന നിങ്ങളും ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഓരോ തവണ ഒരു സംഭാഷണം കേൾക്കുമ്പോഴും നമ്മുടെ സ്വന്തം ചിന്തകൾ, നമ്മുടെ പ്രതീക്ഷകൾ, ചിലപ്പോൾ മുൻവിധികൾ, അതൊക്കെ നമ്മൾ കേൾക്കുന്നതിനെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടാവാം. ശരിയാണ്. നിങ്ങൾ കേൾക്കുന്നത് 100% വസ്തുനിഷ്ഠമായ കാര്യമാണോ, അതോ നിങ്ങളുടെ മനസ്സ് അതിൽ ചില കൂട്ടിച്ചേർക്കലുകൾ നടത്തി ഒന്ന് രൂപപ്പെടുത്തിയെടുക്കുന്ന ഒന്നാണോ? ഇതൊരു നല്ല ചോദ്യമാണ്, ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്ന്. അതെ, ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുന്നത് എന്തായാലും നന്നായിരിക്കും. ഇന്ന് നമ്മൾ കുട്ടികൾ ഭാഷ പഠിക്കുന്നതിലെ ഒരു വലിയ കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് വെറുതെ വാക്കുകൾ പറയാനല്ല, ആ വാക്കുകൾക്ക് അർത്ഥം നൽകാൻ അവർ എങ്ങനെയാണ് പഠിക്കുന്നത്. നമ്മുടെ കയ്യിലൊരു പഠനമുണ്ട്, ഭാഷാ വികാസം, അർത്ഥവും വ്യാകരണവും എന്ന വിഷയത്തിൽ. അപ്പോൾ ഈ പഠനത്തിൻ്റെ സഹായത്തോടെ കുട്ടികൾ എങ്ങനെയാണ് ഈ അർത്ഥത്തിൻ്റെ ലോകത്തേക്ക് വരുന്നത് എന്ന് നമുക്കൊന്ന് ആഴത്തിലൊന്ന് നോക്കിയാലോ? ഈ പഠനത്തിൽ പറയുന്നത് ഭാഷ പഠിക്കുന്നത് ഒരു ഓർഡറിലാണ് നടക്കുന്നതെന്നാണല്ലോ. പക്ഷേ വെറുതെ കുറേ ശബ്ദങ്ങൾ ഉണ്ടാക്കിയാൽ മതിയോ? ഈ ശബ്ദങ്ങൾ എങ്ങനെയാണ് അവർ ചുറ്റുമുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ശരിയാണ്, ഭാഷ പഠിക്കുന്നത് ഒരു ക്രമത്തിലൊക്കെയാണ്. പക്ഷെ ശബ്ദം ഉണ്ടാക്കുന്നത് ആദ്യത്തെ ഒരു പടി മാത്രം. കുട്ടികൾ സംസാരിച്ചു തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവർക്ക് ചുറ്റുമുള്ള പലതും, അതായത് അവരുടെ എൻവയൺമെന്റ്, അതിലുള്ള പല കാര്യങ്ങളും അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അവരുടെ അച്ഛനമ്മമാർ, കളിപ്പാട്ടങ്ങൾ, വീട്ടിലെ സാധനങ്ങൾ, വളർത്തുമൃഗങ്ങൾ, ഇതൊക്കെ അവർക്ക് നല്ല പരിചയമുള്ള കാര്യങ്ങളാണ്. ഫെമിലിയർ സ്റ്റിമുലൈ എന്ന് പറയാം. അപ്പോൾ ഈ ഘട്ടത്തിലെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ പ്രത്യേക ശബ്ദങ്ങളും, സൗണ്ട് സിംബിൾസ് എന്ന് വേണമെങ്കിൽ പറയാം, അവയെ പ്രത്യേക വസ്തുക്കളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ, അതായത് ബന്ധപ്പെടുത്താൻ പഠിക്കുക എന്നതാണ്. അപ്പൊ അമ്മ എന്ന വാക്ക് കേൾക്കുമ്പോൾ ആ രൂപം ഓർമ്മ വരുന്നത് പോലെ അവർ ബന്ധിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള അസോസിയേഷൻസ്, ഈ ബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അർത്ഥത്തിന്റെ വികാസം, ഡെവലപ്മെന്റ് ഓഫ് മീനിങ് ആരംഭിക്കുന്നത്. ഓഹോ, അപ്പോ ഈ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെയാണ് തുടക്കം. പിന്നെ ഈ വാക്കുകളുടെ അർത്ഥം പഠിക്കുന്നതിനെക്കുറിച്ച് വേറൊരു കാഴ്ചപ്പാടും ഈ പഠനത്തിൽ പറയുന്നുണ്ടല്ലോ. കുട്ടികൾ ആദ്യം ചില സിമാന്റിക് ഫീച്ചേഴ്സ്, അതായത് അർത്ഥപരമായ സവിശേഷതകൾ പഠിക്കുന്നു. എന്നിട്ട് ആ സവിശേഷതകളുള്ള മറ്റു വസ്തുക്കളിലേക്കും ആ വാക്ക് ഉപയോഗിക്കുന്നു എന്ന്. ഉദാഹരണത്തിന്, പന്ത്, ബോൾ എന്ന് പഠിച്ച കുട്ടി ഉരുണ്ട ആകൃതിയുള്ള എന്തിനേയും, ഇപ്പോൾ ചന്ദ്രനെ കണ്ടാലും ഓറഞ്ച് കണ്ടാലുമൊക്കെ പന്ത് എന്ന് വിളിക്കുന്നത് പോലെ. ഇതിനെയാണോ ഓവർ ജനറലൈസേഷൻ എന്ന് പറയുന്നത്? അതെ, അത് തന്നെ. അതിനെ ഓവർ ജനറലൈസ് ചെയ്യുക എന്ന് പറയും. അവർ ആ വാക്കിന്റെ ഒരു പ്രധാന സവിശേഷത മനസ്സിലാക്കുന്നു. പന്തിന്റെ കാര്യത്തിൽ അത് ഉരുണ്ട ആകൃതിയാണ്. എന്നിട്ട് ആ സവിശേഷത കാണുന്ന എല്ലായിടത്തും ആ വാക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. ഇത് തെറ്റാണെങ്കിലും അവർ ഭാഷയുടെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ നിയമം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ക്രമേണ അവർ വ്യത്യാസങ്ങൾ പഠിക്കും. ഓറഞ്ച് പന്തല്ല, ചന്ദ്രൻ പന്തല്ല എന്നൊക്കെ. ശരി ശരി. അപ്പോൾ ഈ തെറ്റുകളിൽ നമ്മൾ കരുതുന്നത് യഥാർത്ഥത്തിൽ പഠനത്തിന്റെ ഭാഗമാണ്. പിന്നീട് ഈ കുട്ടികൾ കൂടുതൽ സങ്കീർണമായ വാക്യങ്ങൾ, കോംപ്ലക്സ് സെന്റൻസസ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങുമല്ലോ. അത് കുറച്ചുകൂടി വെല്ലുവിളിയുള്ള കാര്യമല്ലേ? തീർച്ചയായും. അവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത്. കാരണം അവർ പഠിക്കുന്നത് വെറും വാക്കുകളല്ല, വ്യാകരണ നിയമങ്ങൾ, അതായത് ഗ്രാമാറ്റിക്കൽ റൂൾസ്, പിന്നെ അർത്ഥപരമായ നിയമങ്ങൾ, സിമാന്റിക് റൂൾസ്, എവിടെ എന്ത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള പ്രായോഗികമായ നിയമങ്ങൾ, പ്രാഗ്മാറ്റിക് റൂൾസ്. ഇതിന്റെ എല്ലാം ഒരു കൂട്ടമാണ്. രസം എന്താണെന്ന് വെച്ചാൽ, ഈ നിയമങ്ങളൊന്നും അവർക്കൊരുപക്ഷെ എടുത്തു പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ അവരുടെ സംസാരം, അവരുടെ ലിംഗ്വിസ്റ്റിക് പെർഫോമൻസ് എന്ന് പറയുന്നത് അവർക്ക് ഈ ഭാഷാപരമായ കഴിവ്, ലിംഗ്വിസ്റ്റിക് കോമ്പറ്റൻസ് ഉണ്ട് എന്ന് കാണിച്ചു തരും. അപ്പോൾ ഈ വ്യാകരണ നിയമങ്ങൾ പഠിക്കുന്നതിനും ഈ ഓവർ ജനറലൈസേഷൻ ഒരു തെളിവാണെന്ന് പറയുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ്? അത് വളരെ നല്ലൊരു ഉദാഹരണമാണ്. നേരത്തെ പറഞ്ഞ ഓവർ ജനറലൈസേഷൻ ഇവിടെയും വരും.
ഇപ്പോ ഇംഗ്ലീഷില് പോയി എന്നതിന് വെന്റ് എന്ന് കുട്ടികൾ ആദ്യം ശരിയായി പറയാൻ പഠിച്ചേക്കാം. ഒരുപക്ഷെ മുതിർന്നവർ പറയുന്നത് കേട്ട് കാണാപ്പാഠം പഠിക്കുന്നതാവാം. പക്ഷേ പിന്നീട് എപ്പോഴെങ്കിലും ഭൂതകാലം പാസ്റ്റ് ടെൻസ് ഉണ്ടാക്കാൻ സാധാരണയായി ക്രിയയോടൊപ്പം ഇഡി ചേർത്താൽ മതി എന്നൊരു നിയമം അവർ പഠിക്കും. അപ്പോ എന്ത് സംഭവിക്കും? അവർ ഈ നിയമം എല്ലായിടത്തും പ്രയോഗിക്കാൻ നോക്കും. ഗോ എന്ന വാക്കിന്റെ കൂടെ ഇഡി ചേർത്ത് ഗോഡ് എന്ന് തെറ്റായി പറയാൻ തുടങ്ങും. ഇത് തെറ്റാണ്. പക്ഷേ ഇത് കാണിക്കുന്നത് അവരാ ഇഡി നിയമം പഠിച്ചു, അത് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. പിന്നീട് ആ നിയമത്തിലെ ഒരു എക്സെപ്ഷൻ, ഒരു അപവാദമാണ് വെന്റ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അവർ വീണ്ടും വെന്റ് എന്ന് ശരിയായി പറയാൻ തുടങ്ങുന്നത്. ശരിയാണ്. ബധിരരായ കുട്ടികൾ ആംഗ്യഭാഷ, സൈൻ ലാംഗ്വേജ് പഠിക്കുമ്പോഴും ഇതുപോലെ ഓവർ ജനറലൈസേഷൻ കാണിക്കാറുണ്ടെന്നും പഠനങ്ങൾ പറയുന്നു. കൊള്ളാം. അപ്പോ വാക്കുകളുടെ അർത്ഥം, വ്യാകരണം ഇതൊക്കെ പഠിക്കുന്നതിനൊപ്പം തന്നെ ആ ഭാഷ ഉപയോഗിക്കുന്ന സന്ദർഭം കൂടി പ്രസക്തമാണല്ലേ? വളരെ ശരിയാണ്. അവിടെയാണ് നമ്മൾ സംഭാഷണ പ്രവൃത്തികൾ, അതായത് സ്പീച്ച് ആക്ട്സ് എന്ന ആശയത്തിലേക്ക് വരുന്നത്. ഭാഷയെ നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൂടി ഉപയോഗിക്കുന്നുണ്ടല്ലോ, വെറുതെ പറയാൻ മാത്രമല്ല. ഉദാഹരണത്തിന്, ഞാൻ വാഗ്ദാനം ചെയ്യുന്നു, ഐ പ്രോമിസ് എന്ന പ്രയോഗം. അതിന്റെ അർത്ഥം ചെറിയ കുട്ടികൾ മനസ്സിലാക്കുന്നതും മുതിർന്ന കുട്ടികളും മുതിർന്നവരും മനസ്സിലാക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണ്? തത്വചിന്തകനായ സേൾ മുന്നോട്ട് വെച്ച ഒരു ആശയമുണ്ട്. അതായത് ഒരു ആത്മാർത്ഥമായ വാഗ്ദാനം, ഒരു സിൻസിയർ പ്രോമിസ് നൽകണമെങ്കിൽ ചില വ്യവസ്ഥകളുണ്ട്. ഒന്ന്, പറയുന്നയാൾക്ക് അത് നിറവേറ്റാനുള്ള ഉദ്ദേശം, ഇന്റൻഷൻ ഉണ്ടായിരിക്കണം. ശരി. 2, ആ വാഗ്ദാനം സ്വീകരിക്കുന്നയാൾക്ക് ആ കാര്യം നടക്കണമെന്ന ആഗ്രഹമുണ്ടായിരിക്കണം. അത് അയാൾക്ക് വേണ്ടപ്പെട്ട ഒന്നായിരിക്കണം. ഈ പഠനത്തില് അതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, ബെർണക്കറ്റ് ലെവാൽ എന്നവരുടെ ഒരു പഠനം. അതിൽ പറയുന്നത് 3 വയസ്സുള്ള കുട്ടികൾക്ക് ഈ രണ്ടാമത്തെ വ്യവസ്ഥ, അതായത് കേൾക്കുന്നയാൾക്ക് അത് ആവശ്യമുണ്ടോ എന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ്, അല്ലേ? അതെ, അവർക്ക് ആ ഭാഗം അത്ര പിടികിട്ടില്ല. പക്ഷെ ഒരു 10 വയസ്സൊക്കെ ആവുമ്പോഴേക്കും അവർക്ക് ഈ 2 വ്യവസ്ഥകളും, അതായത് പറയുന്ന ആളുടെ ഉദ്ദേശവും കേൾക്കുന്നയാളുടെ ആവശ്യവും ഒരുപോലെ പരിഗണിച്ച് ആ വാഗ്ദാനം നടന്നോ ഇല്ലയോ എന്ന് വിലയിരുത്താൻ കഴിയുന്നുണ്ട്. അപ്പോ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എന്നൊരു വാചകത്തിന്റെ അർത്ഥം പോലും കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. തീർച്ചയായും. തുടക്കത്തില് കുട്ടികൾ ഒരുപക്ഷെ ആ വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യം നടന്നോ ഇല്ലയോ എന്ന് മാത്രമേ നോക്കുന്നുണ്ടാവൂ. എന്നാൽ വളരും തോറും ആ പ്രവർത്തനം നടക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സംസാരിക്കുന്ന ആളുടെ ഉദ്ദേശങ്ങൾ, ഇന്റൻഷൻസ് ഓഫ് ദി സ്പീക്കർ, പിന്നെ ആ സന്ദർഭത്തിന്റെ സാഹചര്യങ്ങൾ, കോണ്ടെക്സ്റ്റുവൽ സർക്കംസ്റ്റാൻസസ്, ഇതൊക്കെ പരിഗണിക്കാൻ തുടങ്ങുന്നു. അതായത് ഭാഷ ഉപയോഗിക്കുന്നതിലെ സാമൂഹികമായ വശങ്ങൾ കൂടി അവർ മനസ്സിലാക്കുന്നു. അതെ അതെ, കോണ്ടെക്സ്റ്റ് വളരെ പ്രധാനമാണ് എന്ന് അവർ പഠിക്കുകയാണ്. അപ്പോ ഇതെല്ലാം കൂടി നോക്കുമ്പോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സംസാരിക്കാനും വായിക്കാനും ഭാഷയെ അർത്ഥവത്തായി ഉപയോഗിക്കാനുമൊക്കെ പഠിക്കുക എന്നത് ശരിക്കും പറഞ്ഞാൽ അവിശ്വസനീയമാംവിധം സങ്കീർണമായൊരു ജോലി തന്നെയാണല്ലേ? നമ്മൾ എത്ര സ്വാഭാവികമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. തീർച്ചയായും അതൊരു റിമാർക്കബിൾ അച്ചീവ്മെന്റ് തന്നെയാണ്. മനുഷ്യർക്ക് ഭാഷ പഠിക്കാനും അതിത്ര അനായാസമായി ഉപയോഗിക്കാനും കഴിയുന്നു എന്നത് അത്ഭുതം തന്നെയാണ്. അപ്പോ ഇന്നത്തെ ഈ ഒരു ചെറിയ വിശകലനത്തിൽ നിന്ന് കുട്ടികൾ എങ്ങനെയാണ് ഭാഷയ്ക്ക് അർത്ഥം നൽകുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ കണ്ടു. വസ്തുക്കളും ശബ്ദങ്ങളും തമ്മിൽ ബന്ധം സ്ഥാപിക്കുന്നത്, വാക്കുകളുടെ ഫീച്ചറുകൾ പഠിച്ച് ചിലപ്പോ ഓവർ ജനറലൈസ് ചെയ്യുന്നത്, വ്യാകരണ നിയമങ്ങൾ അറിയാതെ തന്നെ ഉപയോഗിച്ചു തുടങ്ങുന്നത്, പിന്നെ വാഗ്ദാനം പോലുള്ള ആശയങ്ങളുടെ അർത്ഥം പോലും പ്രായത്തിനനുസരിച്ച് എങ്ങനെ വികസിക്കുന്നു എന്നതും. നിങ്ങളൊരു നിമിഷം ആലോചിച്ചു നോക്കൂ, നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് ഈ കടമ്പകളൊക്കെ കടന്നു വന്നതെന്ന്. ശരിയാണ്. ഇനി നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി പറയാം. കുട്ടികളിലെ ഭാഷാവികാസത്തിന്റെ ഈ ഘട്ടങ്ങളെക്കുറിച്ചുള്ള അറിവ് മുതിർന്നവരെന്ന നിലയിൽ നമ്മൾ അവരുമായി ഇടപെടുന്ന രീതിയെ എങ്ങനെ മാറ്റിയേക്കാം? അല്ലെങ്കിൽ നമ്മൾ മുതിർന്നവർ ഒരു പുതിയ ഭാഷ, ഒരു 2ാം ഭാഷയൊക്കെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ അറിവുകൾ ഒരുപക്ഷെ നമ്മളെ സഹായിക്കുമോ? അടുത്ത തവണ കാണുന്നതുവരെ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് നമ്മൾ ഒരു രസകരമായ വിഷയത്തിലേക്കാണ് കടക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ഈ ഭാഷയൊക്കെ മനസ്സിലാക്കുന്നത്? തലച്ചോറിനുള്ളിൽ എന്താണ് നടക്കുന്നത്? അതെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഏരിയ ആണ്.
നിങ്ങൾ ഷെയർ ചെയ്ത ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഭാഷാ പ്രോസസ്സിംഗിന്റെ സമഗ്രമായ മാതൃക, അതിലെ വാൾട്ടർ കിൻഷിന്റെ മോഡലിനെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായി സംസാരിക്കാം. തീർച്ചയായും. കിൻഷിന്റെ ഈ കോംപ്രിഹെൻഷൻ മോഡൽ അത് ഭാഷ മനസ്സിലാക്കുന്നതിനെപ്പറ്റി മാത്രമല്ല. ഓഹോ. അതെ, നമ്മൾ എങ്ങനെ ഓർക്കുന്നു, എഴുതുന്നു, സംസാരിക്കുന്നു, ഇതിനെയൊക്കെ കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന തിയറിയാണ്. അതുപോലെ ഇതിനു മുൻപുള്ള പല പഠനങ്ങളിലെയും കണ്ടെത്തലുകളൊക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കൊള്ളാം. അപ്പോ ഈ മോഡലിന്റെ ഒരു അടിസ്ഥാനം എന്താണ്? നമ്മൾ ഈ ടോപ്പ് ഡൗൺ ബോട്ടം അപ്പ് പ്രോസസ്സിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അതുമായി ഇതിനെങ്ങനെയാ ബന്ധം? ശരിയാണ്. ഈ മോഡൽ പ്രധാനമായും 2 കാര്യങ്ങളെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന്, ഈ പറഞ്ഞ ബോട്ടം അപ്പ് പ്രോസസ്സിംഗ്. അതായത് നമ്മൾ കാണുന്ന വാക്കുകൾ, അക്ഷരങ്ങൾ, വാചകങ്ങൾ, അങ്ങനെ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി ഒരു പൂർണ്ണ ആശയം രൂപീകരിക്കുന്നത്. ഓക്കേ. മറ്റേത് ടോപ്പ് ഡൗൺ പ്രോസസ്സിംഗ്. അവിടെ നമ്മുടെ കയ്യിലുള്ള മുന്നറിവ്, പ്രതീക്ഷകൾ, ലക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ട് വായിക്കുന്നതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അപ്പോ രണ്ടും ഒരുമിച്ച് നടക്കുന്നുണ്ടാവും അല്ലേ? അതെ, രണ്ടും ഒരുമിച്ചാണ്. ഈ മോഡലിൽ ഏറ്റവും മുകളിൽ ഗോൾ സ്കീമ എന്നൊരു ഭാഗമുണ്ട്. നമ്മൾ എന്തിനാണ് വായിക്കുന്നത്, എന്താണ് ഇതിൽ പ്രധാനം എന്നൊക്കെ തീരുമാനിക്കുന്നത് അതാണ്. റൈറ്റ്. പിന്നെ ഏറ്റവും താഴെ ടെക്സ്റ്റ്, നമ്മൾ ശരിക്കും വായിക്കുന്ന വാക്കുകളും വാചകങ്ങളും. ഇതില് ഈ പ്രൊപ്പോസിഷൻ എന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതായി പറയുന്നുണ്ടല്ലോ. എന്താണ് ഈ പ്രൊപ്പോസിഷൻ? അതാണ് ഈ മോഡലിന്റെ ഒരു കാതലെന്ന് പറയാം. പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആശയത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ്, ഒരു ബേസിക് ഐഡിയ. അതെ, ഒരു അടിസ്ഥാന ആശയം. അതിനങ്ങനെ കൃത്യമായൊരു രൂപമൊന്നുമില്ല, പക്ഷെ ചില സ്വഭാവങ്ങളുണ്ട്. നമ്മൾ വായിക്കുന്നതിൽ നിന്നുള്ളൊരു സംഗ്രഹമാണത്. അതാണ് ഓർമ്മയിൽ നിൽക്കുക. ഓക്കെ. കിൻഷന്റെ സിസ്റ്റം അനുസരിച്ച് ഒരു പ്രൊപ്പോസിഷന് ഒരു പ്രെഡിക്കേറ്റ് ഉണ്ടാവും, അതായത് ക്രിയയോ വിശേഷണമോ പോലുള്ള പ്രധാന ഭാഗം, പിന്നെ ഒന്നോ അതിലധികമോ ആർഗ്യുമെന്റ്സ്. ഈ ആശയത്തിൽ പങ്കാളികളാകുന്ന നാമങ്ങളോ നാമപദ സമുച്ചയങ്ങളോ ഒക്കെ. നമ്മൾ സാധാരണ കാണുന്ന ആ വാചകഘടനയുണ്ടല്ലോ, അതാണ് സർഫേസ് സ്ട്രക്ചർ. പ്രൊപ്പോസിഷൻ അതിനടിയിലുള്ള ആശയമാണ്. ഒരു ഉദാഹരണം വെച്ച് പറയാമോ? ഉറവിടത്തിൽ ആ സ്വാസി ഗോത്രത്തിന്റെ കഥ പറയുന്നുണ്ടല്ലോ. അത് നല്ല ഉദാഹരണമാണ്. The Swazi tribe was at war with a neighboring tribe because of a dispute over some cattle. ഈ വാചകം മോഡൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നോക്കാം. ശരി. ഇതിനെ പല പ്രൊപ്പോസിഷൻസുമായിട്ട് മുറിക്കും. സ്വാസി ഗോത്രം യുദ്ധത്തിലായിരുന്നു, അയൽ ഗോത്രവുമായിട്ടായിരുന്നു യുദ്ധം. കാരണം ഒരു തർക്കമായിരുന്നു. തർക്കം കന്നുകാലികളെ ചൊല്ലിയായിരുന്നു. ഇങ്ങനെ. അങ്ങനെ ചെറിയ ചെറിയ ആശയങ്ങളാക്കുന്നല്ലേ? അതെ, ഇതാണ് പ്രൊപ്പോസിഷൻസ്. ഇതിലെ പ്രധാനപ്പെട്ടവ നമ്മുടെ ഷോർട്ട് ടേം മെമ്മറി അഥവാ STMൽ സൂക്ഷിക്കും. STM നമ്മുടെ വർക്കിംഗ് മെമ്മറി പോലെയാണോ? ഏതാണ്ട് അതുപോലെ. പക്ഷേ STMന് കപ്പാസിറ്റി വളരെ കുറവാണ്. പെട്ടെന്ന് കാര്യങ്ങൾ പ്രോസസ് ചെയ്യും, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ഓർത്തുവെക്കാൻ പറ്റില്ല. അപ്പോ ഒരു വാചകം വായിക്കുമ്പോൾ അതിലെ കുറച്ച് പ്രൊപ്പോസിഷൻസ് മാത്രമേ STMൽ ഉണ്ടാവൂ. അതെ, പ്രധാനപ്പെട്ടവ മാത്രം. ഇനി അടുത്ത വാചകം വായിക്കുമ്പോഴോ? അപ്പോ എന്ത് സംഭവിക്കും? പുതിയ വിവരങ്ങൾ എങ്ങനെ പഴയതുമായി കണക്ട് ചെയ്യും? നല്ല ചോദ്യം. പുതിയ വാചകത്തിലെ പ്രൊപ്പോസിഷൻസ് വരുമ്പോൾ അത് STMലുള്ള പഴയ പ്രൊപ്പോസിഷൻസുമായിട്ട് ഒരു ബന്ധമുണ്ടോ എന്ന് നോക്കും. ഓക്കെ. അങ്ങനെ ഒരു ബന്ധം കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ അപ്പോഴാണ് നമ്മുടെ വലിയ മെമ്മറി സ്റ്റോറേജ്, അതായത് ലോങ് ടേം മെമ്മറി അഥവാ LTMലേക്ക് പോകുന്നത്. ആഹാ, LTMൽ തിരഞ്ഞണമല്ലേ? അതെ, LTM ഒരു വലിയ ലൈബ്രറി പോലെയാണ്. അവിടെ ഒരുപാട് വിവരങ്ങളുണ്ട്. അവിടെ പോയി ഈ പുതിയ പ്രൊപ്പോസിഷനുമായി ബന്ധമുള്ള പഴയ വിവരം വല്ലതുമുണ്ടോ എന്ന് തിരയും. ഈ തിരച്ചിലിനാണ് റീഇൻസ്റ്റേറ്റ്മെന്റ് സെർച്ച് എന്ന് പറയുന്നത്. റീഇൻസ്റ്റേറ്റ്മെന്റ് സെർച്ച്. ഇത് ചിലപ്പം കുറച്ച് സമയമെടുക്കും. അതുകൊണ്ടാണ് ചില വാചകങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊരു സ്റ്റക്ക് വരുന്നത്, അല്ലെങ്കിൽ മുൻപ് വായിച്ച ഭാഗം ഒന്നുകൂടി നോക്കേണ്ടി വരുന്നത്. മനസ്സിലായി. ഈ സ്വാസി ഉദാഹരണത്തിൽ തന്നെ രണ്ടാമത്തെ വാചകത്തിൽ പറയുന്ന 2 പുരുഷന്മാരാരാണെന്ന് നമ്മൾ ഊഹിച്ചെടുക്കണമല്ലേ? കൃത്യമായി. അത് സ്വാസി ഗോത്രക്കാർ തന്നെയാണെന്ന് വാചകത്തിൽ പറയുന്നില്ല. നമ്മളത് നമ്മുടെ LTMലെ അറിവും കോണ്ടെക്സ്റ്റും വെച്ച് ഇൻഫറൻസ് നടത്തണം, ഊഹിച്ചെടുക്കണം. അപ്പോ വായന മുന്നോട്ടു പോകുന്തോറും ഈ പ്രൊപ്പോസിഷൻസിന്റെ നെറ്റ്വർക്ക് വലുതായിക്കൊണ്ടിരിക്കും. തീർച്ചയായും. അതൊരു സിമാന്റിക് നെറ്റ്വർക്കായിട്ട് മാറും, ആശയങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച്. ഇവിടെയാണ് എനിക്ക് ശരിക്കും കൗതുകം തോന്നിയത്. പ്രോപ്പോസിഷണൽ കോംപ്ലക്സിറ്റി എന്ന ആശയം വാചകത്തിന് ഒരേ നീളമാണെങ്കിലും പ്രോപ്പോസിഷൻസ് കൂടിയാൽ മനസ്സിലാക്കാൻ കൂടുതൽ പാടാണെന്ന്. റോമുലസിന്റെയും ക്ലിയോപാട്രയുടെയും ഉദാഹരണം. അത് കിൻഷും കീനനും 1973 നടത്തിയൊരു ക്ലാസിക് സ്റ്റഡിയാണ്. അതെ അതെ. അവർ 2 വാചകങ്ങൾ എടുത്തു. ഒന്ന്, റോമുലസ്, ദ ലെജൻഡറി ഫൗണ്ടർ ഓഫ് റോം, ടുക്ക് ദ വിമൻ ഓഫ് സെബൈൻ ബൈ ഫോഴ്സ്. റോമുലസ് സബൈൻ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയത്. അതെ. രണ്ടാമത്തത്,
Cleopatra's downfall lay in her foolish trust in the fickle political figures of the Roman world. ക്ലിയോപാട്രയുടെ പതനത്തിന് കാരണം റോമൻ രാഷ്ട്രീയക്കാരിലുള്ള അമിത വിശ്വാസമായിരുന്നു എന്നത്. Correct. ഈ രണ്ട് വാചകങ്ങൾക്കും ഏകദേശം ഒരേ എണ്ണം വാക്കുകളാണ്. ശരിയാണ്. പക്ഷേ ആളുകൾക്ക് രണ്ടാമത്തെ വാചകം ക്ലിയോപാട്രയുടെ വായിച്ചു മനസ്സിലാക്കാൻ കൂടുതൽ സമയമെടുത്തു. എന്തുകൊണ്ടായിരിക്കും? അതാണ് എനിക്കും ആ ക്ലിയോപാട്രയുടെ വാചകം കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയി തോന്നി. കാരണം അതിൽ കൂടുതൽ പ്രൊപ്പോസിഷൻസ് ഉണ്ട്. ക്ലിയോപാട്രയുടെ പതനം സംഭവിച്ചു. അതിന് കാരണം അവളുടെ വിശ്വാസമാണ്. ആ വിശ്വാസം വിഡ്ഢിതമായിരുന്നു. അവൾ വിശ്വസിച്ചത് രാഷ്ട്രീയ നേതാക്കളെയാണ്. ആ നേതാക്കൾ സ്ഥിരതയില്ലാത്തവരായിരുന്നു. അവർ റോമൻ ലോകത്തുള്ളവരായിരുന്നു. ഇങ്ങനെ പോകുന്നു. ഓ ശരിയാണ്. ഒരുപാട് ചെറിയ ആശയങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതെ. ഈ ആശയങ്ങളെല്ലാം കൂടി ചേർത്ത് ഒരു വലിയ ചിത്രം, ഒരു മാക്രോ സ്ട്രക്ചർ ഉണ്ടാക്കാൻ തലച്ചോറിന് കൂടുതൽ പണിയെടുക്കണം. റോമുലസിന്റെ വാചകം താരതമ്യേന കുറച്ചുകൂടി നേരിട്ടുള്ളതാണ്. അതിൽ പ്രൊപ്പോസിഷൻസ് കുറവാണ്. അപ്പോ വാക്കുകളുടെ എണ്ണമല്ല പ്രധാനം, അതിനുള്ളിലെ ആശയങ്ങളുടെ എണ്ണവും അവ തമ്മിലുള്ള ബന്ധങ്ങളുടെ സങ്കീർണതയുമാണ് വായനയുടെ വേഗതയെയും മനസ്സിലാക്കലിനെയും ബാധിക്കുന്നത്. വളരെ ശരിയാണ്. അതാണ് പ്രൊപ്പോസിഷണൽ കോംപ്ലക്സിറ്റി. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ ഭാഷാ പ്രോസസ്സിംഗ് എന്നത് നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ സങ്കീർണമായൊരു പരിപാടിയാണല്ലേ? തീർച്ചയായും. ഇതൊരു ഡൈനാമിക്, അതായത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന വളരെ കോംപ്ലക്സ് ആയ ഒരു പ്രക്രിയയാണ്. ഒരു തിയറിക്കോ ഒരു മോഡലിനോ മാത്രമായിട്ട് ഇതിനെ പൂർണ്ണമായി വിശദീകരിക്കാൻ പറ്റില്ല. ശരിയാണ്. ബോട്ടം അപ്പ്, ടോപ്പ് ഡൗൺ, ഓർമ്മ, ഇൻഫറൻസ് എല്ലാം ഒരുമിച്ച് ചേർന്നാണ് നമ്മൾ ഭാഷയെ അർത്ഥവത്താക്കുന്നത്. അപ്പോ കിൻഷിന്റെ ഈ മോഡൽ ഭാഷയെ നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ചിത്രം നമുക്ക് തന്നു. ഈ പ്രൊപ്പോസിഷൻസ്, STM, LTM, റീഇൻസ്റ്റേറ്റ്മെന്റ് സെർച്ച്, പിന്നെ ഈ പ്രൊപ്പോസിഷണൽ കോംപ്ലക്സിറ്റി, ഇവയെല്ലാം എങ്ങനെയാണ് നമ്മുടെ വായനയെയും ഓർമ്മയെയും രൂപപ്പെടുത്തുന്നത് എന്ന് നമ്മൾ കണ്ടു. ഓർക്കേണ്ട പ്രധാന കാര്യം, ഭാഷ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വെറുതെ വാക്കുകൾ തിരിച്ചറിയുക എന്നതിനപ്പുറം അത് ആശയങ്ങളെ ഓർമ്മയുമായി കണക്ട് ചെയ്ത് ഒരു ഘടനയുണ്ടാക്കി അർത്ഥം നിർമ്മിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതില് ഈ ആശയങ്ങളുടെ എണ്ണവും സങ്കീർണതയും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചിന്ത. അടുത്ത തവണ നിങ്ങൾ എന്തെങ്കിലും വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ ഈ കാണുന്നത് ലളിതമായ പ്രവൃത്തിക്ക് പിന്നിൽ നടക്കുന്ന ആ അത്ഭുതകരമായ മാനസിക ദ്യാർഗസിക പ്രക്രിയകളെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. വാക്കുകൾ എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിൽ ആശയങ്ങളായി, ചിത്രങ്ങളായി, അർത്ഥങ്ങളായി മാറുന്നത്? അത്ഭുതം തന്നെയല്ലേ?